അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികളുടെ കർമ്മധർമ്മങ്ങളിൽ ഏറ്റവും മികച്ച ചര്യകളിലും ശീലങ്ങളിലും ഒന്നാണ് പരമകാരുണികനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ആരാധനകളിൽ ഒന്നാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് കാണാം. ഓരോ ആരാധനയ്ക്കും പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളുണ്ട്. പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു അടിമ അവന്റെ ഉടമയായ തമ്പുരാനോട് ഉള്ളിൽ തട്ടി ഹൃദയബോധത്തോടുകൂടി റബ്ബിനോട് ആത്മാർത്ഥമായി തന്റെ വിഷമങ്ങളോ വിഷയങ്ങളോ ഏറ്റെടുക്കുന്നതിനു വേണ്ടി തേടുന്നതിനാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പങ്കുവെക്കുന്നത് കാണാം, ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ആരാധനകൾക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ഓരോന്നിനും ആ ലക്ഷ്യത്തിനനുസരിച്ചാണ് നിർവഹിക്കേണ്ടത്. പ്രാർത്ഥന എന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഇസ്തിജാബത്താണ്, ഉത്തരം ലഭിക്കുക എന്നതാണ്. എന്റെ വിഷയങ്ങൾ എന്റെ തമ്പുരാനിലേക്ക് കൈ ഉയർത്തി ചോദിച്ചാൽ അള്ളാഹു എനിക്കത് തരണം എന്നാഗ്രഹിച്ചുകൊണ്ട് തേടുക എന്നതാണ്. പ്രാർത്ഥിക്കുന്നവനുണ്ടാകേണ്ട ഉറപ്പ് എന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പാണ്. ഞാൻ എന്റെ വിഷമങ്ങൾ, എന്റെ സങ്കടങ്ങൾ, എന്റെ ആധികൾ വ്യാധികൾ തമ്പുരാന്റെ മുന്നിലേക്ക് വെച്ചാൽ അതിന് പൂർണ്ണമായി എനിക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള മാനസികമായ ഉറപ്പോടുകൂടിയാവണം നമ്മൾ കൈകൾ ഉയർത്തുന്നത്. അശ്രദ്ധമായ, അലസമായ, കേവലമായ വാക്കുകളോ പ്രയോഗങ്ങളോ തേട്ടങ്ങളോ ആകരുത് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്റെ കാര്യങ്ങൾ അറിയുന്ന, എന്നെ വഴി നടത്താൻ കഴിയുന്ന അള്ളാഹുവിനോട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ എന്റെ തമ്പുരാനുമായി വളരെ അടുത്താണെന്ന ബോധ്യത്തോടുകൂടി നടത്തുന്ന ഒന്നിന്റെ പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നോക്കൂ, ഞാനും എന്റെ അടിമയും അങ്ങേയറ്റത്തെ അടുപ്പത്തിലാണ്. ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്താണ്. ഉജീബു ദഅവത്തദ്ദാഇ, എന്നോട് പ്രാർത്ഥിക്കുന്നവന് ഉത്തരം കൊടുക്കാൻ കഴിയുമാറ് അടിമയും ഉടമയും സ്രഷ്ടാവും സൃഷ്ടിയും അള്ളാഹുവും ഞാൻ ആ വിശ്വാസിയും അങ്ങേയറ്റത്തെ അടുപ്പത്തിലാണ് കഴിയുന്നത്. അവർ തമ്മിൽ അത്രമേൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുന്നവൻ ഉണ്ടാകേണ്ടത് എന്റെ റബ്ബ് അത് ഏറ്റെടുക്കുമെന്നുള്ള തികഞ്ഞ വിശ്വാസത്തോടുകൂടി അവിടം കൈ ഉയർത്തേണ്ടത് എന്ന് ചുരുക്കം. അള്ളാഹുവിനെ സ്തുതിക്കുക, പ്രവാചകനെ സ്വലാത്തു ചൊല്ലുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ചുരുങ്ങിയ പക്ഷം സ്വലാത്തും തഹ്മീദുമെങ്കിലും ചൊല്ലി മാന്യമായി മര്യാദയോടുകൂടി വിനയാന്വിതനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന റബ്ബ് തട്ടിക്കളയില്ല. പ്രാർത്ഥനക്കുത്തരം രണ്ടു രീതിയിലാവാം. ഒന്ന്, നേരിട്ട് നൽകുന്ന ഉത്തരം, പദാനുപദ വിഷയത്തിനനുസരിച്ച് റബ്ബ് നൽകുന്ന നേരിട്ടുള്ള ഉത്തരം. ഞാൻ ചോദിച്ചു, അതെന്റെ റബ്ബ് നൽകി. എന്നാൽ രണ്ടാമത്തത് അങ്ങനെ നേരിട്ടുള്ള ഉത്തരവാകണമെന്നില്ല. മറ്റേതൊക്കെയോ ഹൈറ്, മറ്റേതൊക്കെയോ അനുഗ്രഹങ്ങൾ, മറ്റേതിൽ നിന്നൊക്കെയോ ഉള്ള സംരക്ഷണം അത് അള്ളാഹു യുക്തിപൂർവമായി നമുക്ക് നൽകുന്നതാവാം. ചോദിച്ചത് തന്നിട്ടില്ല, പക്ഷേ ഈ ചോദിച്ചത് കാരണം അള്ളാഹു മറ്റെന്തൊക്കെയോ എനിക്ക് തന്നിട്ടുണ്ട്. ഇതിനുത്തരമായിരുന്നു അത്. നേരിട്ടുള്ള ഉത്തരമല്ലെങ്കിലും ഇങ്ങനെ നൽകുന്ന ഉത്തരങ്ങളും പ്രാർത്ഥനകളിൽ നിരവധി ഉണ്ടാകാം. അതുകൊണ്ട് അടിമ അവന്റെ തമ്പുരാനോട് ഉയർത്തി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നും തട്ടിക്കളയപ്പെടുന്നില്ല എന്നതാണ് പ്രധാനം. ഇതിന് ഏതൊക്കെയോ രൂപത്തിൽ എന്റെ തമ്പുരാൻ ഉത്തരം നൽകുന്നുണ്ട് എന്ന് ചുരുക്കം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, ആഗ്രഹങ്ങളിൽ, സ്വപ്നങ്ങളിൽ നമുക്ക് ചോദിക്കാൻ അല്ലാഹുവല്ലാതെ ആരാണുള്ളത്? അവനോട് ആത്മാർത്ഥമായി എന്റെ പ്രാർത്ഥന അവൻ കേൾക്കുമെന്ന ഉറച്ച ബോധ്യത്തിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ആരോഗ്യത്തിന് വേണ്ടി ചോദിച്ചു, അല്ലാഹു എനിക്ക് നൽകിയ ഉത്തരം എനിക്ക് പ്രവർത്തിക്കാൻ, ജീവിക്കാനുള്ള വഴികൾ കാണിച്ചു തന്നു. ഞാൻ അങ്ങനെ അധ്വാനിച്ചിരുന്നുവെങ്കിൽ ആരോഗ്യം കിട്ടുമായിരുന്നു. ഞാൻ സമാധാനത്തിന് വേണ്ടി ചോദിച്ചു, ദൈവം എനിക്ക് ഒരു കുടുംബത്തെ നൽകി. ജീവിച്ചിരുന്നുവെങ്കിൽ അവരോട് സന്തോഷത്തോടെ എനിക്ക് സമാധാനം കിട്ടുമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ധൈര്യത്തിന് വേണ്ടി ചോദിച്ചു, ദൈവം എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നൽകി. അത് മറികടന്നിരുന്നുവെങ്കിൽ ധീരത സ്വാഭാവികമായി എനിക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഇംഗ്ലീഷിലെ ഒരു കവിതയാണത്. ചോദിച്ചത് ഞാൻ പലതിനും നേരിട്ടാണ്, ഉത്തരം നൽകിയത് പല വഴികൾ തന്നുകൊണ്ടാണ്. ആ വഴികളിലൂടെ നടന്നിരുന്നുവെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അവിടെ എനിക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. പ്രാർത്ഥന അത്രമേൽ അള്ളാഹുവും അവന്റെ വിശ്വാസിയും അറിഞ്ഞുകൊണ്ട് പങ്കുവെക്കുന്ന നന്മയുടെ പേരാണ്. റബ്ബ് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ, വാങ്ങിയെടുക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.